ഹലോ ഫ്രണ്ട്സ്, എസ് ബിൽഡേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് തച്ചോട്ട് കരിപ്പൂരാണ്. കരിപ്പൂര് മെയിൻ റോഡിൽ നിന്നും ഒരു 200 മീറ്റർ മാറിയാണ് ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്ക് എത്തിയിട്ടുള്ളത് കേട്ടോ. 1825 സ്ക്വയർ ഫീറ്റ് ആണ് വീടിന്റെ വലിപ്പം വരുന്നത്. 3.850 സെന്റ് സ്ഥലത്താണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിന്റെ കാഴ്ചകളിലേക്ക് പോവാം. കയറി വരുമ്പോൾ തന്നെ നമുക്ക് വിശാലമായ ഒരു മുറ്റം ഇവിടെ അവൈലബിൾ ആണ്. 2 വാഹനം നല്ല രീതിയിൽ തന്നെ പാർക്ക് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ഒരു പാർക്കിംഗ് ഏരിയ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഈ ഒരു ഭാഗത്തും അതുപോലെ ഈ ഒരു ഭാഗത്തും. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് പോകുമ്പോൾ ആദ്യം കാണുന്നത് ചെറിയൊരു സിറ്റ് ഔട്ട് ഏരിയയാണ്, ചെറിയൊരു വരാന്തയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അവിടെയും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മനോഹരമായ ഒരു വർക്കും ഒക്കെ കാണാനായിട്ട് പറ്റും. നമുക്ക് വീടിനുള്ളിലെ കാഴ്ചകളിലേക്ക് പോവാം. കയറി വരുമ്പോൾ തന്നെ ഒരു വിശാലമായ ലിവിംഗ് ഏരിയയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അതിമനോഹരമായ രീതിയിൽ തന്നെ ക്രമീകരിച്ച ഒരു ലിവിംഗ് ഏരിയ. ഓക്കെ, ഇവിടെ ആയിട്ടാണ് നമ്മുടെ TV യൂണിറ്റ് ക്രമീകരിച്ചിട്ടുള്ളത്. അതിമനോഹരമായ രീതിയിൽ തന്നെ വളരെ ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്ന രീതിയിൽ തന്നെ നമ്മുടെ ഈ ഒരു TV യൂണിറ്റ് ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഒരു ഓപ്പൺ ഡൈനിങ് ഏരിയ വരുന്നത്. അതിനോട് ചേർന്ന ഏരിയയാണ് നമ്മുടെ വാഷ് ഏരിയ വരുന്നത്. ഡൈനിങ് ഏരിയയിൽ ഇരുന്നും TV കാണത്തക്ക രീതിയിലാണ് ഈ ഒരു ഏരിയ ഫുള്ളായി, ഈ ഒരു ഹാള് മുഴുവനായി ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ നിന്നും നേരെ നമ്മുടെ ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നിന്ന് നമുക്ക് നേരെ കാണാൻ പറ്റുന്നത് നമ്മുടെ കിച്ചൺ ആണ്. എല്ലാ കബോർഡ് വർക്കുകളും കംപ്ലീറ്റ് ചെയ്ത ഒരു അതിമനോഹരമായ കിച്ചൺ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് എല്ലാ സൗകര്യങ്ങളും അടങ്ങിയ ഒരു ചെറിയൊരു വീടാണ് കേട്ടോ. ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ഒരു ബെഡ്റൂമാണ് വരുന്നത്. ആ ബെഡ്റൂമിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത് കേട്ടോ. അതിമനോഹരമായ സീലിംഗ് വർക്കോട് കൂടിയ ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡ്രസ്സിംഗ് യൂണിറ്റും മറ്റ് കബോർഡ്സും ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇതിനോട് ചേർന്ന് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് കേട്ടോ. ബാത്റൂമിലെല്ലാം തന്നെ സെറയുടെ ബ്രാൻഡഡ് സാധനങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് നമുക്ക് കാണാം. ലിവിംഗ് ഏരിയയിൽ നിന്നും ഈ ഒരു സ്റ്റെയറിലൂടെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്താം. ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു പർവ്വതം നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. നമ്മുടെ ഈ ഒരു വീടിനുള്ളിൽ സൂര്യപ്രകാശം നേരിട്ട് കയറി വരുന്നതിനുള്ള ഒരു മാധ്യമമായിട്ട് കൂടെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ സ്റ്റെയറൊക്കെ കയറി ചെല്ലുമ്പോൾ ഒരു വിശാലമായ ലിവിംഗ് ഏരിയയിലാണ് നമ്മൾ വീണ്ടും എത്തിച്ചേരുന്നത്. നല്ലൊരു ഹാള് നമുക്കിവിടെ അവൈലബിൾ ആണ്. വിശാലമായ രീതിയിലാണ് ഈ ഒരു ഹാള് നമുക്ക് ക്രമീകരിച്ചിട്ടുള്ളത് കേട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും നമുക്കൊരു TV യൂണിറ്റ് അവൈലബിൾ ആണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ TV യൂണിറ്റ് ക്രമീകരിച്ചിട്ടുള്ളത്. ഈ ഒരു ലിവിംഗ് ഏരിയയിൽ തന്നെ നമുക്ക് വാഷിംഗ് മെഷീനും മറ്റുമൊക്കെ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടം കൂടെ ക്രമീകരിച്ചിട്ടുണ്ട്. അത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇവിടെ നിന്ന് നേരെ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വിശാലമായ ഒരു ബാൽക്കണി കാണാനായിട്ട് പറ്റും. ഒരുപാട് വീടുകളുള്ള ഒരു ഏരിയ കൂടെയാണ് കേട്ടോ ഇത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തൊട്ടടുത്തൊക്കെ ഒരുപാട് വീടുകൾ, നമുക്ക് ആൾതാമസമുള്ള ഒരുപാട് വീടുകൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഈ ഒരു ഫസ്റ്റ് ഫ്ലോർ നമുക്ക് 2 ബെഡ്റൂമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം കേട്ടോ. വിശാലമായ രീതിയിൽ അത്യാവശ്യം ലെന്ത് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ബെഡ്റൂം ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് വെളിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ലൈറ്റ് സീലിംഗ് വർക്കൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. മനോഹരമായ രീതിയിൽ പ്രീമിയം ലുക്ക് കിട്ടത്തക്ക രീതിയിൽ തന്നെ അത് ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഡ്രസ്സിംഗ് യൂണിറ്റും കബോർഡും ഒക്കെ വരുന്നത്. അവിടെ തന്നെ കുറച്ച് ഷെൽഫും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതിനോട് ചേർന്നാണ് നമ്മുടെ ഈ ഒരു റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. അത് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇവിടെയായിട്ടാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. അതായത് ഈ ഒരു വീട്ടിലെ 3ാമത്തെ ബെഡ്റൂമാണ്. ഇത് അത്യാവശ്യം ലെന്ത് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ബെഡ്റൂം ക്രമീകരിച്ചിട്ടുള്ളത്. നമുക്ക് മേളിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സീലിംഗ് വർക്ക് മനോഹരമായ രീതിയിൽ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഒപ്പം ഈ ഒരു ഭാഗത്തായിട്ട് ഡ്രസ്സിംഗ് യൂണിറ്റും കബോർഡും നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അതും അതിമനോഹരമായ രീതിയിൽ തന്നെ എല്ലാ സൗകര്യങ്ങളോടും കൂടെ ക്രമീകരിച്ചിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു റൂമിന്റെ ടോയ്ലറ്റ് വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം ഈ ഒരു ഭാഗത്തായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതും മനോഹരമായ രീതിയിൽ തന്നെ ക്രമീകരിച്ചിരിക്കുന്നു. അപ്പോൾ തച്ചോട്ടുകാവ് കരിപ്പൂർ മെയിൻ റോഡിൽ നിന്നും 200 മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന 3.850 സെന്റ് സ്ഥലത്ത് 1825 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന വില 70 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എത്രയും പെട്ടെന്ന് ഈ ഒരു വീട് സ്വന്തമാക്കുക കേട്ടോ. അപ്പോൾ എസ് ബിൽഡേഴ്സിന്റെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.